ഗൈസ് ഇത്രയും ദിവസം നമ്മൾ വണ്ടിയിലെ വീഡിയോ മാത്രം ഇട്ട് നമ്മളൊരു പാട്ടിട്ട് ചെയ്തു. ഗൈസ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഓട്ടം പൊറ്റേപ്പള്ളിയിലാണ് ഗൈസ്. അതായത് നമ്മൾ ചെറിയൊരു കൊച്ചടത്തം അവിടേക്കുള്ള ഇന്നത്തെ നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഓട്ടം. നമുക്ക് സ്റ്റാർട്ടിങ് ടൈം പറഞ്ഞിട്ടുള്ളത് 7 മണിയാണ്. നമ്മൾ നേരത്തെ എത്തി ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും പള്ളി ഇവിടെ ഉണ്ട്, ഫ്ലോട്ട് ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇങ്ങനെ ഒന്ന് പൊളിച്ചാലോ. അങ്ങനെ കൊച്ചടത്തുള്ള ഓട്ടത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ് റണ്ണ് വീഡിയോ എടുക്കാൻ വേണ്ടി 2 പേരുണ്ട് ഗൈസ്. ഒന്ന് നന്ദു, ഒന്ന് സിനി. ഓക്കെ, യെസ് സിനി ഗൈസ്. അപ്പോൾ 2 പേരുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോഗ്രാഫർ ആരായിരിക്കും എന്ന് അവർ ചോയ്സ് ചെയ്യും. അനി വീഡിയോഗ്രാഫറിന് ഒരാൾ വരും ഗൈസ്, ഒരാൾ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒരാളാണ്. 2 ഷാർപ്പി ഉണ്ട്, സ്മോക്കറുണ്ട്, ബബിൾ മെഷീൻ ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് പയർ കത്തിക്കണമെങ്കിൽ പയർ കത്തിക്കാം. അങ്ങനെ കുറച്ച് വേറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് 6 kV, അതായത് 6000 വാട്ട്സ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3000 + 3000 നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ഒരു ഹോണ്ട എഞ്ചിൻ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് നിലവിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് 3000 ആണ്. ഇതാണ് നമ്മളെ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഈ എഞ്ചിൻ നമുക്ക് വണ്ടിയിൽ ഓൾറെഡി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ഇതേക്കുന്ന വലുത് കണ്ടോ, ആ വലുത് വയ്ക്കാനുള്ള സ്പേസ് നമ്മളെ വണ്ടിയിലില്ല. അപ്പം ആർക്ക് വേണോ കോൺടാക്ട് ചെയ്യാം, ബദലേ മാച്ച്. ഓക്കെ, ഇന്ന് നമ്മൾ കൊച്ചടത്തയിലെ ഫസ്റ്റ് വർക്ക്. ഇതിവിടെ രണ്ടാമതല്ലേ? ഇവിടെ 2ാമത്തെ വർക്കാണ് ഗൈസ്. ഇവിടെ 2ാമത്തെ വർക്ക്. പള്ളി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പള്ളി കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമുക്ക് ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യണത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക. പള്ളിയിലൊരു ഫോട്ടോയും നമ്മളൊരു ഫോട്ടോ എടുക്കണം. അപ്പം ഇതാണ് നമ്മളെ വണ്ടിയിലെ ഫോട്ടോ. നമ്മൾ ഓൾറെഡി ഇതേ ഇവിടെ എടുത്തു. നെക്സ്റ്റ് സ്പോട്ട് നമ്മളെ അന്തോ എത്ര മണിക്ക് തുടങ്ങി? ഗസ് 8 മണി. എത്ര മണി? എത്ര മണിക്ക് തുടങ്ങിയാലും നമ്മളിന്നിവിടെ പൊളിക്കും. പള്ളിയുടെ മേലെ മരം ഗൈസ്, അത് സത്യമാണ് കേട്ടോ. പള്ളിയുടെ മുകളിൽ മരം കാച്ചിരിക്കുന്നത് ഗൈസ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ. ഇന്ന് നമ്മൾ ഇവിടെ കിടന്ന് നമ്മൾ പൊളിക്കും ഗൈസ്. ഗൈസ് അങ്ങനെ നമുക്ക് കിട്ടിയ സ്റ്റാച്ചുവിനെയൊക്കെ എടുത്ത് നമ്മളവിടെ വണ്ടിയിലേക്ക് ഇങ്ങനെ കെട്ടാൻ പോവുകയാണ്. അപ്പം നല്ല വെയിറ്റുള്ള സ്റ്റാച്ചു ആയിരുന്നു ഗൈസ് നമുക്ക് കിട്ടിയത്. എന്തായാലും നല്ല അടിപൊളി സ്റ്റാച്ചു ആണ് ഗൈസ്, കൊള്ളാം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഭംഗി, അതായത് നമ്മുടെ സ്റ്റാച്ചുവിൻ്റേതായാലും നമ്മളങ്ങനെ മൊത്തത്തിൽ ആലോചിക്കുക. പിന്നെ ഈ പയ്യന്മാർ വന്ന് നമ്മളടുത്ത് പറയാം, ചേട്ടാ വണ്ടി കൊള്ളാം, എങ്ങനെയാണ്, പൊളിയാണ് എന്നൊക്കെ വന്ന് പയ്യന്മാർ നമ്മളടുത്ത് പറഞ്ഞ് നമ്മളുമായിട്ട് അങ്ങനെ കമ്പനിയായി. നമ്മളെ ഇൻസ്റ്റാഗ്രാം ID അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ മേടിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്നൊക്കെ തിരക്കി അവർ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ആ പയ്യൻ്റെ നമ്മൾ ഗസ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ എത്ര മണിക്ക് തുടങ്ങുമെന്ന്. അവൻ കൃത്യമായിട്ട് പറഞ്ഞു ഗൈസ് 7:30. എന്നാലും നമുക്ക് 7:30 ആകുമ്പോൾ വണ്ടി തുടങ്ങും. അവൻ വീഡിയോ എടുക്കണേണ്ട അവൻ ഡാൻസൊക്കെ കളിക്കുക അവിടെ കിടന്ന്. ഇവർക്ക് പിന്നെ നമ്മളെ ബബിൾ മെഷീനൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പുറകെ കുറേ നേരം അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. നമുക്ക് ഇവിടെ ഏറ്റവും കുറച്ച് പയ്യന്മാരെ കിട്ടി ഗൈസ്. അപ്പം എവിടെ വീഡിയോ എടുക്കും അപ്പോൾ വലിയ കയറി വരും. അതല്ല അവള് പുതിയ ഫ്രണ്ട്സാ. യൂട്യൂബ് ചാനലുണ്ട് 50 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ എനിക്ക് 3.91 സബ്സ്ക്രൈബ് പ്ലേ ബട്ടൺ കിട്ടിയതോടെ സിൽവർ ഉണ്ടാകും പറഞ്ഞില്ല. ഗൈസ് വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. നമ്മൾ ശോകം പഠിച്ചിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6:55. 7 മണിക്ക് ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോൾ തുടങ്ങും. തുടങ്ങിയ ശേഷം നമുക്ക് പൊളിക്കാൻ ഗൈസ്. ഓക്കെ ഗൈസ്, എല്ലാവരും ഒരുത്തായിരുന്നു വീഡിയോഗ്രാഫറിൽ നിന്ന് വെടിവെപ്പ്. അടുത്ത ബസ് അപ്ഡേഷൻ ഗൈസ്. ശോകം അവസ്ഥയിൽ നമ്മളിത് ഇങ്ങനെ നിന്ന്. പക്ഷേ ഇങ്ങനെ നിന്ന് പള്ളിയുടെ വ്യൂ കാണാൻ കൊള്ളാം കേട്ടോ. നൈറ്റ് പള്ളി നൈറ്റായിട്ട് ഇങ്ങനെ കാണാൻ നൈസാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഉടനെ തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോഗ്രാഫറിന് എന്ത് കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വീഡിയോ നന്നായിട്ട് എടുക്കുമെങ്കിൽ സാമാരടി തുടങ്ങി ഗൈസ്. ഇതാരാണ്? മിക്കവാറും ഞാൻ തന്നെ വീഡിയോ എടുക്കേണ്ടി വരും ഗൈസ്. എന്നെ കുടുംബ ചാമിയെ കാട്ടറേ.
സ്വർഗീയ അമ്മ അമ്മാന്റെ കർത്താവിനമ്മ അനുപമ സ്നേഹമാണമ്മ അനശ്വര ഭാവമാണമ്മ ഇന്നെൻ്റെ ആത്മാവിൽ കുറുകും പ്രാവേ ജപമാലയിൽ വാഴും കന്യാംബികേ ഗൈസ് എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കാറായി ഗൈസ്. അതായത് എനിക്ക് ഓൾറെഡി സംസാരിച്ച് എടുക്കാൻ പറ്റത്തില്ല, കാര്യം വീഡിയോഗ്രാഫർ വെളിയിലായിരുന്നു. അപ്പം നോർമൽ വോയിസൊക്കെയാണ് എടുത്തത്, ഇടയ്ക്ക് മാത്രം നമ്മൾ മ്യൂസിക് ആഡ് ചെയ്തോളൂ. അപ്പോൾ സ്റ്റാച്ചു ഒക്കെ അയച്ചു, നമ്മൾ സ്റ്റാച്ചു ഒക്കെ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വർക്കിനെ പറ്റിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളും തെറ്റുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അതോടൊപ്പം വീഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ ആ ക്വാളിറ്റി കുറവാണെങ്കിലും അറിയിക്കണം. ഓക്കെ, അതോടൊപ്പം മാക്സിമം നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ കയറി വരിക. നിങ്ങൾക്ക് എവിടെ വർക്കുണ്ടോ വിളിക്കുക, ഞങ്ങൾ ഓടിയെത്തും ഗൈസ്. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റ് നമ്പർ എല്ലാം നമ്മുടെ ബയോയിലുണ്ട്, എല്ലാം ചെക്ക് ചെയ്താൽ മതി. നമ്പറോടെ ഞാൻ പറഞ്ഞുതരാം, 9544864671 അല്ലെങ്കിൽ 9744265574. ഇനി അതും അല്ലെങ്കിൽ 75 94 95 32 25 ഈ 3 നമ്പർ നിങ്ങൾക്ക് ഏത് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിക്കുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അപ്പം ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ ഗൈസ്, ടാറ്റ, ബൈ ബൈ, സി യു.